ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാഷുണ്ടക്കി. അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ തന്നെ എനിക്കൊരു പണി കിട്ടിയാണ്. ലഹരിയെക്കുറിച്ചൊരു പ്രതിജ്ഞ ചെയ്താണ്ടായിരുന്നു. അപ്പോൾ അത് മദ്രസയിൽ പോയി പറയാനായിരുന്നു. അപ്പോൾ അത് ഞാൻ അതാ എഴുതി ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ. പിന്നെ ഇമ്മ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി വാഴൻ്റെ ഇല വെട്ടാൻ വേണ്ടി എന്നെ പറഞ്ഞിട്ടിരുന്നു. ഞാൻ നേരെ പോയത് എൻ്റെ വല്യപ്പാൻ്റെ പാടത്തൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ പാടത്താണെങ്കിൽ റബ്ബർ മാത്രമുള്ളതുകൊണ്ട് അവിടെ വാഴ കിട്ടാനില്ല. പിന്നെ ആകെ വാഴയുള്ളത് വല്യപ്പാൻ്റെ പാടത്താണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ഞങ്ങളെ പാടം. റബ്ബറൊക്കെ മുറിച്ച് ശരിയാക്കിയിരിക്കണ്. ഇതാണ് എൻ്റെ വല്യപ്പാൻ്റെ പാടം. കവുങ്ങുണ്ട്, വാഴയുണ്ട്, തെങ്ങുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും ഈ പാടങ്ങളൊക്കെ സ്ഥിതി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞങ്ങളിതാ നല്ലൊരു വാഴ അല്ലേ, കവുങ്ങല്ല, നല്ലൊരു വാഴ തേടി ഇങ്ങനെ പോവുകയാണ്. ആ നേരത്താണ് കണ്ടോ നല്ല അടിപൊളി വാഴ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഒരു ഇല എടുത്ത് വെട്ടിയാണ് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇല അത്ര കണ്ടീഷനൊന്നും ഇല്ലെങ്കിലും ആ ബിരിയാണിയുടെ ആ തനതായ മണം കിട്ടണമെങ്കിൽ അതിൻ്റെ ഇല തന്നെ വേണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ മുറ്റത്തെ മൂവാണ്ടൻ മാവ്. അപ്പോൾ കണ്ടോ എത്രങ്ങാനും മാങ്ങകളുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഴുക്കട്ടെ, എന്നിട്ട് നമുക്ക് അതുകൊണ്ട് കുറച്ച് പരിപാടികളുണ്ട്. ഇതിനു മുമ്പ് 5-6 മാങ്ങ ഇതുപോലെ പഴുത്തിരുന്നു. ഇതാ കണ്ടോ താഴെ എടുത്തതാ വാടികാണ്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ വീട്ടിലോട്ട് പോയിട്ട് 2 പഴംപൊരിയും കുറച്ച് കാരക്കപ്പൊരി എടുത്ത് കഴിച്ചു. സമയം 7 മണി ആയിക്കണ്. അപ്പോൾ കണ്ടില്ലേ സൂര്യൻ എന്ത് അടിപൊളിയായിട്ടാണ് ആ ഉദിച്ച് നിൽക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കാണണ്ടേ? ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഞാൻ പൂത്തൂര് പോയി എടുത്തതാണ്. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഇതാണ്ടോ, പിന്നെ മദ്രസയിൽ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ പരിപാടിയിൽ നല്ല സജീവമായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ പെരുന്നാൾ നിസ്കാരവും ഈ പരിപാടി കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് ഖബർസ്ഥാനിലോട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഖബർസ്ഥാനിലോട്ടാണ് നേരെ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇനി ബാക്കി ദുആ മജ്‌ലിസൊക്കെ ഉള്ളത്. മദ്രസയിൽ നിന്നും കുറച്ച് ദൂരമായിട്ടാണ് ഈ ഖബർസ്ഥാൻ ഉള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും നടന്നുകൊണ്ട് അങ്ങോട്ടേക്ക്, കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ നടന്ന് റാലി പോലെ പോകുന്നത്. പിന്നീട് ഞാൻ നേരെ വിട്ടത് എൻ്റെ വീട്ടിലോട്ടാണ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. എനിക്ക് കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ആ പൊരിച്ച ചിക്കനും കൂട്ടി ഇങ്ങനെ കഴിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ നേരെ വിട്ടത് എൻ്റെ തറവാട്ടിലോട്ടായിരുന്നു. അപ്പോൾ തറവാട്ടിൽ വെച്ചുകൊണ്ട് മമ്മ കൊണ്ടുവന്നത് തേങ്ങാച്ചോറും ബീഫുമാണ്. അപ്പോൾ അതും ഒരു വെറൈറ്റി കോമ്പിനേഷൻ തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ബീഫിൽ നിന്ന് ആ എണ്ണ ഇങ്ങനെ ഊറിയിരിക്കുന്നത് കണ്ടോ, അത് കണ്ടാൽ തന്നെ എന്തായാലും കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ലേശം കഴിച്ചു. നല്ല അടിപൊളി ബീഫിൻ്റെ ചാറ് തന്നെയാണ്. അടിപൊളി മട്ട അരിൻ്റെ ചോറും ബീഫിൻ്റെ ചാറും, പിന്നെ ഒരു ബീഫിൻ്റെ കഷ്ണം എടുത്ത് ഇങ്ങനെ കൂട്ടി കഴിച്ച് ഇങ്ങനെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇനി കുറച്ച് ASMR ആയാലോ? പിന്നെ തറവാട്ടിൽ നിന്ന് പോരാൻ നേരത്ത് ഉമ്മ കുറച്ച് സപ്പോട്ടയും 40 രൂപ പെരുന്നാൾ പൈസയും തന്നു. പിന്നീട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ അമ്മാവൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ വേറെ കുറച്ച് ആൾക്കാരും കൂടി വന്നിരുന്നു. ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഇങ്ങോട്ടേക്കാണ് വരാറുള്ളത്. അപ്പോൾ ഞാനും ഇവിടെ ഫോട്ടോ എടുക്കാൻ കൂടി. അപ്പോൾ ഇതാ എൻ്റെ സബ്സ്ക്രൈബറാണിത്, പേര് കുട്ടാപ്പു. പിന്നീട് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു, അതാണിത്. പിന്നീട് ഞങ്ങൾ നേരെ പോയത് ഷിബിലിൻ്റെ വീട്ടിലോട്ടാണ്. ഷിബിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരുന്നു. പിന്നെ ഷിബിലിൻ്റെ ഉപ്പ എന്നെ വിളിച്ചിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഫുഡ് കഴിക്കാം. ഇവിടെയുണ്ട് കുട്ടാപ്പു. അപ്പോൾ ഇവിടെയുള്ളത് ചിക്കൻ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണിക്ക് എനിക്ക് കുറച്ചും കൂടി വ്യത്യസ്തത തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച ചിക്കൻ ബിരിയാണിയിൽ നിന്ന് ലേശം കുറച്ചും കൂടി വ്യത്യസ്തത എനിക്ക് ഈ ബിരിയാണി അനുഭവപ്പെട്ടു. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇതും ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു, എന്നാലും ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് തന്നെ കുറച്ച് പാലട പായസം കുടിച്ചിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ പോയത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ തറവാട്ടിലോട്ടാണ്. അപ്പോൾ എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ബിരിയാണി തന്നെയായിരുന്നു. പിന്നീട് പോയത് എൻ്റെ അമ്മോൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടുന്ന് ഒരു 20 രൂപ പെരുന്നാൾ പൈസ കിട്ടി. പിന്നീട് അവിടുന്ന് മറ്റേ ഫോട്ടോ എടുക്കാൻ ഞാൻ പോയിരുന്നില്ല ഒരു വീട്ടിലോട്ട്, അവിടേക്ക് തന്നെയാണ് വീണ്ടും പോയത്. അപ്പോൾ അവിടുത്തെ എൻ്റെ അമ്മോനും പിള്ളേരും ഭയങ്കര ഡാൻസും പാട്ടുമായിരുന്നു, സ്പീക്കറൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ അതും ഞങ്ങൾ ആഘോഷിച്ചു. അങ്ങനെ ഇത്രയും കാഴ്ചയ്ക്ക് ശേഷം 1ാമത്തെ കടത്തം. പക്ഷേ അങ്ങനെ ഞാൻ തോൽക്കില്ല. എൻ്റെ വയറിൽ കുറച്ചും കൂടി സ്ഥലമുള്ളതുകൊണ്ട് കുഞ്ഞാക്ക എനിക്ക് ഐസ്ക്രീം തന്നിരുന്നു. അപ്പോൾ അത് കഴിച്ചു.
അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ASMR ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വേറെ അമ്മയുടെ വീട്ടിലോട്ട് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ മകൻ എനിക്കൊരു 40 രൂപ തന്നു. പിന്നീട് ഒരു വൈകുന്നേരം ആയപ്പോൾ കുടുംബക്കാരെല്ലാവരും കൂടി എത്തിയിരുന്നു. അപ്പോൾ മുണ്ടേരിയിൽ നിന്നും നെല്ലിക്കുത്തു നിന്നും അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് കുടുംബക്കാർ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരിടത്ത് കൂടി. അപ്പോൾ അതൊക്കെ ഒരു അടിപൊളി നിമിഷം തന്നെയായിരുന്നു. ഈ പെരുന്നാൾ ദിവസമൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ചാൻസ് കിട്ടുള്ളൂ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാൻ. പിന്നീട് നേരെ ഒരു മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ പിന്നീടും ഫുഡ് കിട്ടി. ഇതാ ഫോട്ടോ എടുത്ത അമ്മേൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അവിടുന്ന് നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണി ആയിരുന്നു കഴിച്ചിരുന്നത്. കണ്ടോ, നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. അതിൻ്റെ ഒപ്പം കിട്ടിയത് നല്ല ബീഫിൻ്റെ 2 വലിയ കഷ്ണങ്ങൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല ടെൻഡർ പീസസ് ആയിരുന്നു. അതിൻ്റെ ഒപ്പം ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും കൂടി വന്നപ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയായി. ഇത് എൻ്റെ ഫ്രൈഡ് ചിക്കനാണ്. ഇതിന് മുമ്പ് ഞാൻ വേറെ കുറേ സ്ഥലത്തു നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല. കുറച്ചൊക്കെ സ്ഥലത്തു നിന്ന് പായസം തിന്നിരുന്നു. അതൊന്നും വീഡിയോ പകർത്താൻ കഴിഞ്ഞില്ല. കടിച്ച് പറിച്ച് ചിക്കൻ ഇത് കടിച്ച് തിന്നണ കണ്ടില്ലേ ഗൈസ്. ഒരു അടി കൂടി മതിയോ? അടിപൊളി ചോറ് കേട്ടോ ഗൈസ്, വെറുതെ പറയല്ല. തലശ്ശേരി ദം ബിരിയാണി. കണ്ണൂര് തലശ്ശേരി എന്താ പിന്നെ കണ്ണൂരിലല്ലേ പൊട്ടത്തെ? തലശ്ശേരി ദം ബിരിയാണി. അതിന് തല്ലൂടല്ലേ. പിന്നെ ലേശം സവണപ്പം കുടിച്ചു. പിന്നീട് പാലട പായസം വന്നു. അപ്പോൾ അതും കുടിച്ചു. അപ്പോൾ ഈ ഒരു പാലട പായസം കുടിച്ചത് തന്നെ ഈ വീഡിയോ ഇടാൻ പറ്റിയിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ കടത്തം. പക്ഷെ അവിടെയും ഞാൻ തോറ്റില്ല. ഇല്ലാത്ത സ്ഥലം ബാക്കി വെച്ചാണ് കുറച്ച് ഫ്രൂട്ട് സലാഡും കൂടി ഞാൻ കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന് ഹാഷിം നക്കി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്ക്.